ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈനസ്വലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആർത്തിങ്ക പള്ളിയിലെ പെരുന്നാളിന്. അപ്പൊ പോയിട്ട് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അന്ന് ആദ്യം ഞാൻ ഈ വീഡിയോ ഒരു പ്രാവശ്യം എടുത്തതാണ്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പം അത് എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് അന്ന് ഞാൻ അന്ന് തന്നെ വൈകിട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം കാണിച്ച് നമ്മൾ വീഡിയോസ് എടുത്തതാണ്. പക്ഷെ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അറിയാണ്ട് എന്റെ കൈ അത് ഡിലീറ്റ് ആയി പോയിട്ടാ. വേറെ എന്തോ സാധനം ഡിലീറ്റ് ആക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓൾ ഡിലീറ്റ് കൊടുത്ത് അത് അങ്ങ് പോയി. അപ്പോൾ സ്പേസിന്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ചെയ്തു പോയതാ. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ അതിനകത്തുള്ള കാര്യവും മറന്നുപോയി. അപ്പൊ നമ്മൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെന്ന്. നമ്മളെ ശിവക്കുട്ടനെ ആദ്യം എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ശിവക്കുട്ടനെ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാറാണ്. സത്യം പറഞ്ഞാൽ കളിപ്പാട്ടത്തിനൊക്കെ നല്ല വിലക്കുറവായി. ഇത് ഈ വീഡിയോയിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. ഈ കാറിന് 100 രൂപയുള്ളൂ കേട്ടോ. അവിടെ കൂടിയ വില ടോയ്സിന് 100 രൂപയാണ്. പിന്നെ 60 രൂപയ്ക്കും മീഡിയം ലെവലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ടോയ്സ് കുറച്ചും കൂടി ലാഭമായിരുന്നു കേട്ടോ. നമുക്ക് കണ്ട ഈ ഒരു ജീപ്പാണ്. അവന് ഓൾറെഡി ഒരു ഓറഞ്ച് ജീപ്പ് ഉണ്ടല്ലോ, ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ അതിൻ്റെ വീലാണ് കേട്ടോ ഇത്. കൊണ്ടുവന്ന് അന്ന് തന്നെ പിന്നെ അതെന്തോ കാത്തുവാണെന്ന് തോന്നുന്നു കയറി ചവിട്ടിയൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ വീലൊക്കെ സെറ്റാക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ സൂപ്പർ സാധനമാണ്. അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ചെറുക്കുട്ടിന് ആദ്യം വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഇതിനുള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് രാത്രി തന്നെ ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് അന്നത്തെ വീഡിയോയിൽ ലൈറ്റ് ഇതേ ഇവിടെ ഒരു സ്വിച്ചൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട ബ്ലാക്ക് കളറിൽ സ്വിച്ചൊക്കെ ഉണ്ട്. അതിങ്ങനെ ഓണാക്കി ഓഫാക്കിയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ലൈറ്റ് തെളിയുമായിരുന്നു. പക്ഷേ പിന്നെ പിറ്റേ ദിവസം ആളത് തല്ലി പൊട്ടിച്ച്. അപ്പൊ ഇപ്പൊ ഇതിൽ ലൈറ്റ് ഇല്ല. പക്ഷെ ഈ ഒരു സാധനം ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടന്നു. അപ്പൊ ഈ ഒരു വണ്ടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനും 100 രൂപയ്ക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് തെരുവിലെ കടകളുണ്ടെങ്കിലും ഇത് കൂടുതലും നമ്മുടെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് ഓൾറെഡി ഉള്ള നോർമൽ കടകളും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഷോപ്പുകളിൽ കയറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനേതോ 140 രൂപയൊക്കെ പറഞ്ഞായിരുന്നു. 150, 170 പറഞ്ഞ കടകളുണ്ട്. പക്ഷെ ഇത് നമ്മൾ വിട്ട് വിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചപ്പോൾ നമുക്ക് 100 രൂപയുള്ള ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശിവക്കുട്ടന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പാൻറ്റുകളാണ് കേട്ടോ. അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ആർത്തിങ്ക പള്ളിയിൽ പെരുന്നാളിന് പോയ സമയത്ത് ശിവക്കുട്ടിന് ഒരു കുഞ്ഞായിരുന്നു, തീരെ ഒരു 3 മാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ടോപ്പ് അന്ന് ആ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ദിവസമാണ് പള്ളിയിൽ. അപ്പം പള്ളിയിൽ നിന്ന് നമ്മൾ രൂപം കൊണ്ടുവരുന്ന സമയത്ത് ബീച്ചിലേക്ക് രൂപം കൊണ്ടുവന്ന് തിരിച്ചു പോകുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു അവിടെ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഒരു 5 ഉടുപ്പുകളോ കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ള് വീട്ടിൽ വന്ന് നോക്കിയപ്പം എന്തോ 5 ഓൾമോസ്റ്റ് ഒരു 4 എണ്ണം ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എല്ലാം നല്ല കട്ടിയുള്ള പാൻറ്റുമാണ് ടോപ്പും ഒക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ശിവക്കുട്ടൻ ഞാൻ പുറത്ത് കഴുകാൻ ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് അത് എടുക്കാൻ പറ്റില്ല. അന്ന് ഞാനതെല്ലാം എടുത്ത് വെച്ച വീഡിയോ ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ കഷ്ടകാലത്തിന് അത് പോയി. അപ്പം അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഴയകാല കുറെ മിഠായികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഡി മിഠായി, കൊച്ചു മാങ്ങ ജെല്ലി, അങ്ങനത്തെ സംഭവങ്ങൾ, മാങ്ങയുടെ ഓരോരോ ഷേപ്പിലുള്ള സാധനങ്ങൾ, തേൻ മിഠായി, അതുപോലെ ചോക്ലേറ്റുകൾ, നാണയം, കട്ട, ശർക്കരയുടെ കട്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമൊക്കെ അങ്ങനെ പോയി. പിന്നെ നമ്മള് കാത്തുമ്പിക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചുതരാം. എന്റെ ശിവക്കുട്ടൻ കണ്ട മഞ്ചൊക്കെ തിന്നിരിക്കുക കൊണ്ടുപോയി. അപ്പം അച്ഛനും മാനും കൂടി മഞ്ച് തിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അത് അച്ചാമ്മ കൊണ്ടുവന്ന് ഇപ്പൊ കൊടുത്ത മഞ്ചാണ്. പിന്നെ നമ്മള് കാത്തുമ്പിക്ക് വാങ്ങിച്ച എന്തൊക്കെയാന്ന് കാണിച്ചാൽ കേട്ടാ. ഇത് കണ്ട അത് ആ ജീപ്പിന്റെ വീൽ ആദ്യം തന്നെ ഒടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റെഡിയായി. ഇപ്പൊ അതെ ആദ്യം നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡോളാണ്. ഇതിന്റെ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലും ഭംഗിയാ കാണാം. പക്ഷെ എന്റെ മകളുടെ സ്വഭാവത്തിന് ഇതായിരിക്കും ബെറ്റർ ഒന്നുകൂടി. കാരണം വൈറ്റ് ആണെങ്കിൽ അത് കളറൊക്കെ പോയി പെട്ടെന്ന് നശിച്ചു പോകും. ഇതാകുമ്പോൾ കുറച്ച് നാളിരിക്കത്തില്ല. ഞാൻ വല്ലപ്പോഴും അതൊക്കെ വെച്ചു കൊടുക്കാറുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഒരു ദിവസം സ്കൂളിൽ 2 വശവും ക്ലിപ്പൊക്കെ വെച്ച് പോയിട്ട് ഞാൻ ഉടുപ്പ് സൈഡ് ഈ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടുപ്പിന്റെ കൂടെ ഉള്ളതേ അത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് രണ്ടാമത് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇറക്കി കൊണ്ടുവരേണ്ട അവസ്ഥയാണ്.
നമ്മുടെ ശിവക്കുട്ടിന് ഇച്ചിരി പനിയുണ്ട് കേട്ടോ. അപ്പൊ അത് ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു എന്റെ ഫേവറേറ്റ് കളർ ലാവൻഡർ ഷെയ്ഡ്. ആ ഒരു അവൾക്ക് ഇത് അധികം ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഈ കളറ് ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൊട്ടും ഈ ഒരു ക്ലിപ്പും കൂടിയിട്ട് നമ്മുടെ നിതിന്റെ അച്ഛന്റെ അമ്മ വാങ്ങിച്ചു കൊടുത്ത കേട്ടോ. അവര് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ അവൾക്ക് ഈ ഒരു ക്യൂട്ടസ് എനിക്ക് ഇഷ്ടമില്ലാത്ത കളറാണ്. പക്ഷെ എന്റെ കാത്തൂന് ഇങ്ങനത്തെ റെയർ കളറുകളൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോയുടെ ക്ലിപ്പും. അപ്പൊ അതൊക്കെയാണ് അവൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി പലഹാരങ്ങൾ ഈ പഴയകാല മിഠായികൾ അല്ലാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഓൾറെഡി പൊട്ടിക്കടിക്കൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തർ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ തീർന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്കൂളിൽ പോയിട്ട് കാത്തുമ്പിയെ വിളിക്കാൻ പോണം. കാത്തുമ്പിയെ വിളിച്ചിട്ട് വരണം. പിന്നെ നമുക്ക് നാമം ചൊല്ലണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം സ്കൂളിൽ പോയിട്ട് വരാം. ഹായ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ നമുക്ക് സന്ധ്യ നാമം ചൊല്ലണം. നാമം ചൊല്ലിട്ട് ഞാൻ എന്റെ ശിവക്കുട്ടനെ കാണിച്ചിട്ടെ. ശിവക്കുട്ടന്റെ പുതിയ ഹെയർ സ്റ്റൈൽ കാണിച്ച ശിവക്കുട്ട. എന്റെ കുടുംബിയൊക്കെ കെട്ടാൻ തുടങ്ങി ഞങ്ങള്. ഹായ് ശിവക്കുട്ടിന് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ട? ഇത് ഇഷ്ടാണോ പൊന്നിന്? പറ, ഇഷ്ടാണോ പൊന്നിന് ഇത്? ഭയങ്കര ഉമ്മ കൊടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്നിനി വേറെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ശിവക്കുട്ടിന് ഒരിച്ചിരി ചുമയും പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അപ്പൊ അവനൊന്നിനും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കാണുന്നത് വരെ ടാറ്റാ.